ഭാരത് ജോഡോ യാത്രകളിലൂടെ പാർട്ടിയെ പുനരുജ്ജീവന പാതയിലെത്തിച്ച രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന ആവശ്യമാണ് അണികളിൽ നിന്ന് ഉയരുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു. ഒറ്റക്കെട്ടായുള്ള ആവശ്യം രാഹുൽ തള്ളിക്കളയില്ല എന്നായിരുന്നു നേതാക്കളുടെ പ്രതീക്ഷ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ വീറോടെ അവതരിപ്പിക്കാൻ രാഹുലിനേക്കാൾ മികച്ച നേതാവില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പ്രതിപക്ഷ നിരയിൽ വൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. 18ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി എത്തിയേക്കില്ല. കോൺഗ്രസ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ ഉത്തരവാദിത്തങ്ങളൊന്നും രാഹുൽ ഏറ്റെടുക്കില്ലെന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ഒരു പദവിയും ഏറ്റെടുക്കാൻ രാഹുൽ ആഗ്രഹിക്കുന്നില്ല എന്ന് പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി NDTV റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഒരു ദശാബ്ദത്തിന് ശേഷമാണ് പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ നേതാവുണ്ടാകുവാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന് പകരം സഭാ നേതാവ് മാത്രമായിരുന്നു 10 വർഷക്കാലം കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ സീറ്റുകൾ ഏകദേശം ഇരട്ടിയുടെ അടുത്താണ് വർദ്ധിപ്പിച്ചത്. ഇന്ത്യ സഖ്യം ആകെ നേടിയ 232 സീറ്റിൽ 99 എണ്ണം കോൺഗ്രസിൻ്റെതാണ്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെ അവർ തന്നെ തീരുമാനിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര അടക്കം നടത്തിയാണ് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത കൽപ്പിച്ചിരുന്നത് രാഹുൽ തന്നെയായിരുന്നു. 2019 വെറും 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. ഇത്തവണ രാഹുലിന്റെ നേതൃത്വമാണ് കോൺഗ്രസിനെ മെച്ചപ്പെട്ട ഒരു പ്രകടനത്തിനായി സഹായിച്ചത്. പാർലമെന്റിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ രാഹുൽ ഏറ്റെടുക്കുന്നതിന്റെ സൂചനയാണിതെന്ന് പലരും അവകാശപ്പെട്ടിരുന്നു. നിരവധി നേതാക്കളാണ് രാഹുലിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഈ പദവി ഏറ്റെടുക്കണമെന്നായിരുന്നു പല കോണുകളിൽ നിന്നും ഉയർന്ന ആവശ്യം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇതിനോടകം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. 140 കോടി ജനങ്ങളുടെ ആവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുകയെന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ച് കോൺഗ്രസ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാണിക്യം ടാഗോർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായിരുന്നു. എന്റെ നേതാവായി രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞാണ് ഞാൻ വോട്ട് നേടിയത്. അദ്ദേഹം ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതാവാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കോൺഗ്രസ് MPമാരും ഇതുതന്നെയാകും ആഗ്രഹിക്കുന്നുണ്ടാവുക. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം എന്തെന്ന് കാത്തിരുന്ന് കാണും. നമ്മുടേത് ജനാധിപത്യ പാർട്ടിയാണ് എന്നാണ് ടാഗോർ കുറിച്ചത്. ഇതേ വികാരം തന്നെ കോൺഗ്രസ് രാജ്യസഭാ MP വിവേക് തങ്കയും പങ്കുവച്ചു. രാഹുൽജിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചത്. അദ്ദേഹമായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ മുഖം. പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പാർട്ടി നേതാക്കളും MPമാരും ഒന്നിച്ചാണ്. അതൊരു ഏകകണ്ഠമായ തീരുമാനമായിരുന്നു എന്നാണ് വിവേക് കുറിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ രാഹുലിന് പകരം 3 സീനിയർ നേതാക്കളെയാണ് പാർലമെന്റിൽ ആ പദവിയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കുമാരി സെൽജ, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയിരുന്നെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇതുകൊണ്ട് രാഹുലിന് ഉണ്ടാകുമായിരുന്നു. ക്യാബിനറ്റ് റാങ്ക് രാഹുലിന് ലഭിക്കുമായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ സഹകരണം കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കാനും രാഹുലിന് സാധിക്കുമായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനുള്ള കരുത്തും വർദ്ധിപ്പിക്കുമായിരുന്നു. അതേസമയം രാഹുൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നടക്കം നേരത്തെ രാജിവെച്ചതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന പദവി അദ്ദേഹം ആഗ്രഹിക്കാത്തതും. പാർട്ടിയിലെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഒരു പദവിയും അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. നേരത്തെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു രാഹുൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനും വയനാട് മണ്ഡലം ഒഴിയാനും തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളെ ഫലപ്രഖ്യാപനത്തിന് ശേഷം CWC പ്രമേയം പ്രശംസിച്ചിരുന്നു. പ്രമേയം രാഹുൽ ഗാന്ധി എതിർത്തില്ല. ഇതോടെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമെന്നതിൽ സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. പാർലമെന്റ് ചട്ടങ്ങൾ പ്രകാരം ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുവാൻ 10% സീറ്റുകൾ ലഭിക്കണം. അതായത് 55 സീറ്റുകൾ ലഭിച്ചാലേ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ. ഇത്തവണ ശക്തമായി തിരിച്ചുവന്ന കോൺഗ്രസിന് 99 സീറ്റുകൾ ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒരു സ്വതന്ത്ര MPയും കോൺഗ്രസിനൊപ്പം ചേർന്നതോടെ പാർട്ടിയുടെ ലോക്സഭയിലെ MPമാരുടെ എണ്ണം 100ആയി. 2019 രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞത്. 2004 രാഷ്ട്രീയത്തിലേക്ക് വന്നതു മുതൽ ഒരു തരത്തിലുള്ള ഭരണഘടനാ പദവിയും രാഹുൽ വഹിച്ചിട്ടില്ല. പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും. അടുത്തിടെ BJP നൽകിയ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാഹുലിന്റെ MP സ്ഥാനം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുലിനേക്കാളും കരുത്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പാർട്ടിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്.